അപ്പം നമ്മുടെ ഇന്ന് ഡേ 22 ആയിരുന്നു. ഞാൻ കിലോയൊക്കെ പോയി മൊത്തത്തിൽ. കുറേ വീണ്ടും നമ്മൾ ഗ്രാമർ പാർട്ടൊന്നും ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയതായിരുന്നു. അപ്പോൾ വീണ്ടും ഇനി ഗ്രാമർ വന്നു. ഡേറ്റീവിൻ്റെ കേസ് ഇങ്ങനെ പഠിച്ചതൊക്കെ മാറി അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ ഒരു വേർഡിന് തന്നെ ഒരു 10 അർത്ഥം ഉണ്ടെന്ന് ഇവർ പറയുള്ളൂ. ആ വേർഡിന് തന്നെ ഒരു 10 അർത്ഥമുണ്ട്. അപ്പോൾ എല്ലായിടത്തും ആ വേർഡ് ഉപയോഗിക്കണം. അപ്പോൾ ഏതൊക്കെ വേർഡ് എനിക്ക് ആകെ കൺഫ്യൂഷനായി. പഠിച്ചാൽ ശരിയാവും, പക്ഷെ ഞാൻ പഠിക്കുന്നില്ല. ക്ലാസ്സിലെടുക്കുന്ന ടൈം മാത്രമേ എടുക്കണുള്ളൂ, പിന്നെ ഹോംവർക്ക് എന്ത് ചെയ്യണുള്ളൂ, സ്വന്തമായിട്ട് വർക്ക് ചെയ്യണില്ല. അതാണ് പ്രശ്നം. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഇന്നലെ തിങ്കളാഴ്ചയായിരുന്നു, പക്ഷേ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ജർമ്മൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല. വീക്കെൻഡ് ഫുള്ള് തിരക്കായിരുന്നു. ഫുൾ തിരക്ക് കുറേ. പിന്നെ ഒരു സ്ഥലത്ത് പോയി വന്നപ്പോൾ നമുക്ക് ക്ഷീണമാണല്ലോ. അങ്ങനെ ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു, പെയിൻറ്റിങ് കോമ്പറ്റീഷൻ. എനിക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടി. അത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വരയ്ക്കാറുള്ള പിള്ളേരുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു, എന്ത് രസാലേ അവരൊക്കെ വരയ്ക്കണേന്ന്. പക്ഷേ ഇപ്പം ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരൊന്നും ഉള്ളതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളിയിൽ ഇങ്ങനെ ഗേൾസിൻ്റെ ഇങ്ങനെ സിപ്പ് ആൻഡ് പെയിൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു 20-25 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഫസ്റ്റ് അടിച്ചു. അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. ശനിയാഴ്ച അങ്ങനെ പോയി. ഞായറാഴ്ച രാവിലെ പിന്നെ പള്ളിയിൽ പോയി. പിന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അത് സാധനങ്ങൾ മേടിക്കാൻ പോയി. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുലർച്ചെ 2 മണിക്കാവും. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ചിരുന്നിട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 2 മണിയായിരുന്നു ഞായറാഴ്ച. പിന്നെ വീട്ടിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ. അങ്ങനെ വീക്കെൻഡ് ഇങ്ങനെ ക്ഷമന്നുകൊണ്ട് പോകും, പെട്ടെന്ന് തീരും വീക്കെൻഡ്. അപ്പോൾ പഠിക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇന്ന് ക്ലാസ്സൊന്നുമില്ല. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഫുൾ ടൈം ഉണ്ട്. വീട്ടിൽ ഫുൾ ടൈം ഉള്ളതുകൊണ്ട് മടിയായിട്ട് അവിടെ കിടന്നുറങ്ങും. വേറെ ഒന്നും ചെയ്യില്ല. അതാണ് ഇത്. ശരി അപ്പോൾ താത്താ.